കഴിഞ്ഞ 10 വർഷം എൽ.ഡി.എഫ് സർക്കാരിന് കഴിയായിരുന്നത് ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് യു.ഡി.എഫ് സർക്കാരിന് സാധിച്ചു. മലയിടാംതുരത്തിലെ നിവാസികൾക്കായ 8 പേർക്ക് പുനരധിവാസം സാധ്യമായി. ഇനി സി.പി.എമ്മിന് അവിടെ റോളുണ്ടോ? സി പി എമ്മിന് റോളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ 10 കൊല്ലമായിട്ട് സി പി എമ്മിന് ചെയ്യാൻ കഴിയാതെ പോയത്. ഇവരെന്താണ് പറയുന്നത്? ഞങ്ങൾ ജനകീയ സർക്കാരാണ്, ജനകീയ മുന്നണിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിക്കും. അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്ന് പിറ്റേ ദിവസം വലിയൊരു സംഘർഷം ഉണ്ടാകുന്നു. ഒരു നാടകീയ രംഗങ്ങൾ, പോലീസ് വരുന്നു, അടിച്ചമർത്തുന്നു, അവരെ ഒഴിപ്പിച്ചു വിടാൻ ശ്രമിക്കുന്നു. ശരി, കോടതി വിധിയാണ്. അവിടെ നമ്മൾ എന്താണ് കണ്ടത്? സി പി എമ്മിൻ്റെ കൊടിയുമായിട്ട് നിൽക്കുന്നു, സി പി എം പ്രവർത്തകർ വരുന്നു. അതിനകത്തൊരു സി പി എം പ്രവർത്തകൻ പറയുന്നത് അന്നത്തെ ദിവസത്തെ എല്ലാ സർക്കാർ കോളങ്ങളിലും വാർത്തയായിരുന്നു. വാർത്ത മാത്രമല്ല, ചെറിയ ചെറിയ പേജുകളിലൊക്കെ എഴുതി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ കൊടുത്ത് വലിയ രീതിയിൽ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ 10 കൊല്ലക്കാലമായിട്ട് ഈ വിഷയം അവിടെ ഉണ്ടായിരുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വിഷയമല്ല. 10 കൊല്ലക്കാലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന വിഷയമാണ്. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് അത് പരിഹരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിന് കഴിയാതെ പോയി. എന്നിട്ട് എന്തെല്ലാം നാടകങ്ങളായിരുന്നു. നാടകം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നാടകം നമുക്ക് കാണാനില്ല. ഗോവിന്ദമാഷ് വരുന്നു, പി രാജീവ് വരുന്നു, ശ്രീനിജം വരുന്നു, അങ്ങനെ അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്ന എല്ലാ ആളുകളും വരുന്നു. ഇവരെല്ലാം വന്നിട്ട് എന്താണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി കാണിക്കുന്നത്? വന്നുടനെ ജനങ്ങളെ അടിച്ചമർത്തുകയാണ്. ഇവരെ അടിച്ചമർത്തിയതിൻ്റെ 1% പോലും അന്ന് നടന്നിട്ടില്ല. നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ PSC എഴുതിയ യുവാക്കൾ അവരെ അടിച്ചമർത്തിയത് നമ്മൾ കണ്ടതാണ്. അതേപോലെ ആശാവർക്കർമാരുടെ സമരം, അതിന് അടിച്ചമർത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു മഞ്ഞക്കുറ്റിയുടെ പേരിൽ തെരുവിലൂടെ എത്ര പേരെ, എത്ര മനുഷ്യരെ, സാധാരണപ്പെട്ട വീട്ടമ്മമാരെ അവര് തൂക്കി വലിച്ച് നമ്മൾ കണ്ടതാണ്. അതെ. അപ്പോൾ അന്നൊന്നുമില്ലാത്ത വലിയ മാനസിക നീതി അല്ലെങ്കിൽ വലിയ ബോധോദയം ഇന്ന് അവർക്കുണ്ടായിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ ശരിക്കും ഇവർ ചെയ്ത ഒരു നിലപാടല്ലേ ശരിക്കും ഈ രാഷ്ട്രീയ മുതലെടുപ്പ്? കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് എത്ര ദിവസമായി? ഒന്ന് ആലോചിച്ചു. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് എത്ര ദിവസമായി? കഴിഞ്ഞ മെയ് 4-നാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും. അതിനുശേഷം ഇപ്പോൾ 1 മാസ കാലഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 കൊല്ലം ഇവിടെ ഭരിച്ചിരുന്നവന്മാർ നിർഗുണന്മാരായിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഈ മലയിടാംതുരത്തിലെ വിഷയം അവിടെ, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഇതുപോലത്തെ ഈ ഒരു മലയിടാംതുരത്ത് എന്ന ഒരു പ്രദേശത്തെ കുറിച്ച് എവിടെ അഡ്രസ്സ് ചെയ്ത് പോലും ഇല്ല. അല്ല, ഇതിനകത്തുള്ള വിഷയം ഇതാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഇതിനെ ആളി കത്തിക്കാൻ നോക്കിയപ്പോൾ കോൺഗ്രസ് എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ശ്രീനിജം വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്, എന്താണ് ഇവിടെ കാണിക്കുന്നത്? പോലീസിന്റെ നരനായാട്ടാണ്. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക, ഇതാണോ ജനാധിപത്യ രാജ്യം എന്നൊക്കെ വലിയ രീതിയിൽ വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്ത് നിന്നൊരു ചേട്ടൻ ചോദിക്കുന്നത്, ഇവിടെ 10 കൊല്ലമായിട്ട് ആരാ ഭരിച്ചത്? തീർന്നു അവിടെ തീർന്നത്. പിന്നെ മിണ്ടാട്ടോ ഇല്ല, ഒന്നുമില്ല. ശരി, ഓക്കെ, ബൈ, ഞാൻ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതായിരുന്നു സി പി എമ്മിൻ്റെ. ഇനിയും ഇവർക്ക് ഇതേ ഉള്ളൂ. ഇനി എത്ര കുത്തിത്തിരിപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ മലയിടാംതുരത്തിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് സമരവേദിയിൽ പോയി പങ്കെടുക്കുന്നു, സമരവേദി സംഘടിപ്പിക്കുന്നു. ഇതിനെല്ലാം ഇനി ഇവരോട് നന്ദി പറയണം. 10 ദിവസം കൊണ്ട് കോൺഗ്രസിന് ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ 10 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു പാർട്ടിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? അല്ലെങ്കിൽ ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയുന്ന, തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇരട്ടച്ചങ്കൻ ഭരിച്ച, പിണറായി വിജയൻ ഭരിച്ച ഈ പാർട്ടിക്ക് ആ കുടുംബങ്ങളെ എന്തുകൊണ്ട് സംരക്ഷിക്കാൻ കഴിയാതെ പോയി? പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു പ്രസ്താവന മുമ്പ് നമ്മുടെ MV ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ CPM എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ പാർട്ടി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് വെച്ച് നോക്കുമ്പോ ഈ മലയിടാംതുരത്തില് ആ ഒരു ഇടപെടൽ പാർട്ടി പാവപ്പെട്ടവന്റെ പാർട്ടി അല്ല എന്നല്ല. ഇനി കേരളത്തിൽ ദാരിദ്ര്യമില്ല, പാവപ്പെട്ടവരില്ല, അതുകൊണ്ട് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവപ്പെട്ടവരുടെ പാർട്ടി അല്ല എന്നുള്ള രീതിയിലുള്ളൊരു വലിയ താത്വിക അവലോകനമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷെ അവലോകനത്തിന് ശേഷം എന്തുകൊണ്ടോ
ഇവിടെ ദരിദ്രരുടെ എണ്ണം കൂടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാർട്ടി തന്നെ ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എണ്ണം കൊണ്ട് നിയമസഭയിലാണെങ്കിലും പുറത്ത് അതിനെ പ്രതിരോധിക്കാനാണെങ്കിലും എണ്ണം കൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഇതിന് UDF സർക്കാരിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. കാരണം 10 ദിവസം കൊണ്ട് അധികാരത്തിൽ വന്ന് 10-15 ദിവസം കൊണ്ട് അത് സെറ്റിൽമെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നാലോചിച്ചു, ഒരു കൊല്ലം കൊണ്ട് അതിനകത്ത് റോജി എം ജോണിനെ ഈ വിഷയം സംഭവിക്കുന്നു. UDFനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ മതി. വിഷയം സംഭവിക്കുന്നു. ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തുന്നു. മന്ത്രി പോയി സംസാരിച്ച് വീണ്ടും ചർച്ച നടത്തുന്നു. ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് 1 കൊല്ലം കൊണ്ട് വീട് വെച്ച് കൊടുക്കും, 5 സെന്റ് ഭൂമി കൊടുക്കും, അതിലൊരു വീടും വെച്ച് കൊടുക്കും. മതി. അവരെ സംബന്ധിച്ച് അവരെ ഒഴിപ്പിച്ചു വിടുമ്പോൾ അവർക്കൊരു കൂടും കുടുക്കുകയും വേണം. കാരണം ഇത്രയും വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണ്, സ്വന്തം മണ്ണാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം ആ മണ്ണിൽ നിന്ന് ഇറക്കി വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു സംരക്ഷിക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ LDF എന്നുള്ള മുൻ സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് നമ്മൾ ഈ മുണ്ടക്കൈ ചൂരൽമല മുതൽ കണ്ടതാണ്. അപ്പോഴാണ് 10 വർഷമായി നീറിപ്പുകയുന്ന ഈ 8 കുടുംബങ്ങളുടെ കാര്യത്തിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സർക്കാർ ഒരുപാട് PR-ന്റെ ബലത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ PR-ന്റെ ബലം എത്ര കാൽ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളല്ലാതെ മറ്റാര് എന്ന് പറയുന്നൊരു ടാഗ് ഞങ്ങളുടെ മുകളിൽ പോകാൻ ഒരുത്തനും വളർന്നിട്ടില്ല. ഏതെങ്കിലും ഒരുത്തൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വെട്ടും. ഈ ഒരു ശൈലിയായിരുന്നു CPM-ന്. ചോദ്യം ചോദിക്കാൻ പാടില്ല, അതൊക്കെ അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എന്തെല്ലാം താത്വിക അവലോകനങ്ങളായിരുന്നു പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ഒക്കെ. ഇപ്പോൾ P രാജീവിന്റെ ഒക്കെ അവലോകനങ്ങൾ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കിളി പറന്നു പോകും. ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഇവരൊന്നും സംസാരിച്ച് പഠിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയം മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു. പിണറായി വിജയൻ കാലഘട്ടത്തിൽ ഈ സിസ്റ്റത്തിന്റെ വീഴ്ച കൊണ്ട്, സിസ്റ്റത്തമ്മയുടെ വീഴ്ച കൊണ്ട് സംഭവിച്ചു ഒരു കുട്ടി, വിനോദിനി. അതെ, ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് ആദ്യം ഏറ്റെടുക്കുന്ന ആരാണ്? അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനായിരുന്നു. പിന്നീട് 4 മാസക്കാലമായിട്ട് കേന്ദ്ര ഫണ്ടുകൾ വരാത്തത് കൊണ്ട് ആ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിഷമം അറിയുമ്പോൾ അപ്പോൾ തന്നെ അത് കൃത്യമായിട്ട് ഇടപെടുന്നു. ആ പൈസ മറ്റെന്തെങ്കിലും വകുപ്പിലൂടെ കണ്ടെത്തി അത്തരത്തിലുള്ള കുട്ടികൾക്ക്, അതൊരാൾക്ക് മാത്രമല്ല, അത്തരത്തിലുള്ള കുട്ടികൾക്ക് പണം കൊടുക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ തെറ്റുകൾ പറ്റാത്ത പാർട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം 1000 ക്യാപ്സ്യൂളുകൾ കൊടുത്ത് അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ആ പ്രതിരോധത്തിന് ഒടുവിലാണ് അവർ ജീവച്ഛവം പോലെ കിടക്കേണ്ടി വരുന്നത്. ഇവിടെ UDF എന്താണ് ചെയ്യുന്നത്? UDFന് ആദ്യം ഇപ്പോൾ ഒരു ബന്ധു നിയമനം എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടാകുന്നു. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് 10 കൊല്ലക്കാലമായിട്ട് പിണറായി വിജയൻ സർക്കാർ എന്താണോ ചെയ്തത് അതിലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വിഷയം ഉണ്ടാകും. ബന്ധു നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ 10 കൊല്ലക്കാലമായിട്ട് നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ അത്തരത്തിലൊരു കാര്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വരുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അമർഷമുണ്ടാകും, പ്രവർത്തകർക്ക് അമർഷമുണ്ടാകും. പ്രവർത്തകരെ സംബന്ധിച്ച് അയാൾ വെറുട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ജനങ്ങൾക്കും പ്രവർത്തകർക്കും ഒരമർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് രാജിവെപ്പിക്കുന്നു. മാതൃകാപരമായുള്ള ഒരു തീരുമാനം. പക്ഷെ അതിനെ വിദഗ്ധമായി കൈ കഴുകി അല്ലെങ്കിൽ മന്ത്രികളിയൻ രാജിവെക്കണമെന്നാണ് ഇപ്പോൾ CPM-ന്റെ ആ ഒരു നിലപാട്. CPM-ന് പറയാൻ വയ്യാത്തത് എന്താണ്? അവരെ സംബന്ധിച്ച് ഇനി അവർ എല്ലാ ദിവസവും മുദ്രാവാക്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കുക. ഇത് തന്നെയായിരിക്കും ഇനി കാണാൻ പോകുന്ന 5 കൊല്ലവും ഇവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓരോ മന്ത്രിമാരുടെയും പേരെടുത്ത് രാജിവെക്കണം. പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു വക്കീലിനെ വെക്കുന്നു. വക്കീലിനെ വെച്ചു. ആദ്യത്തെ ദിവസം ഒന്ന് പ്രതിരോധിക്കാൻ നോക്കി. പക്ഷേ ജനങ്ങൾക്ക് അതിൽ അതൃപ്തിയുണ്ട്. വിശ്വാസികൾ തങ്ങളെ വിളിച്ചു പറഞ്ഞു അത് മോശമാണ്. പിറ്റേ ദിവസം തിരുത്തിയില്ലേ? തിരുത്താൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാകുന്നതൊരു ജനകീയ സർക്കാരിന്റെ മുഖമാണ്. എല്ലാവർക്കും എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയണമെന്നൊന്നുമില്ല. പക്ഷേ തിരുത്തേണ്ടടുത്ത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തുക. അതാണ് ആദ്യമേ VD സതീശൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രിവിലേജ് കിട്ടുന്നതും ഇത്രയും വലിയൊരു ഫേസ് വാല്യൂ കിട്ടുന്നതും എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞിട്ടുള്ള, പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും വന്ന നിമിഷം തൊട്ട് തിരുത്താൻ തയ്യാറായതുകൊണ്ടാണ്. പൂക്കിച്ചിരി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ചിരിക്കാനും അറിയാം, ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടാനും അറിയാം. അതാണ് VD സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഈ മന്ത്രിസഭ എടുത്തു വെച്ച് നോക്കൂ. മന്ത്രിസഭയിൽ എല്ലാവരും പ്രഗത്ഭര് തന്നെയാണ്.
ഈ സർക്കാർ ആദ്യം വന്നതിന് ശേഷം ഇവിടുത്തെ മയക്കുമരുന്ന് ഗുണ്ട മാഫിയകൾക്കെതിരെ വലിയ പ്രതിരോധം തീർത്തില്ലേ? അത് തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ വലിയ ചേഞ്ചുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇത്രയും വർഷത്തെ ഇപ്പോൾ മന്ത്രിമാർ മാത്രമേ മാറിയിട്ടുള്ളൂ, സിസ്റ്റം ഒന്നും മാറിയിട്ടില്ല. പഴയ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഉദ്യോഗസ്ഥരെ മാറ്റിവെക്കണ്ടേ? ആ ഉദ്യോഗസ്ഥരെ മാറ്റിവെക്കുമ്പോൾ CPM വലിയ മുറുമുറുച്ചയാണ്. എന്തിനാണ്? തങ്ങളുടെ പാർട്ടി അനുയായികളെ കൃത്യമായിട്ട് കുത്തിത്തിരികെ എല്ലാ സ്ഥലങ്ങളിലും കയറ്റി വെച്ചിരിക്കുകയാണ്. ആഭ്യന്തര സേനയിൽ, ഇപ്പോൾ പോലീസ് സേനയിൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള പോലീസുകാരുടെ വലിയൊരു ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലും അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പിലും ഈ CPM അനുഭാവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലത്ത്. അതെ, അതാണ് വിഷയം. ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ സിസ്റ്റവും ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM തന്നെയാണ്. ഇനി നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, അത് ആരോഗ്യ മേഖലയാണെങ്കിലും പോലീസ് സേനയാണെങ്കിലും ഏത് സംവിധാനമാണെങ്കിലും ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM തന്നെയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും മാത്രമേ മാറിയിട്ടുള്ളൂ. ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം ഇപ്പോഴും അവരുടെ ആളുകൾ തന്നെയാണ്. ഇതിനെ പൊളിച്ചടുക്കി പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കി ആ സിസ്റ്റത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റിയാൽ ഇവരെ വിമർശിക്കാം. അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും വിമർശിക്കാൻ കഴിയില്ല. ആരോഗ്യ മേഖലയിൽ വലിയ അഴിച്ചുപണി നടക്കുകയാണ്. അതിൻ്റെ വലിയ അലർച്ച നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് CPM-ന്റെ ഭാഗത്തു നിന്നും അതിൻ്റെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും. അപ്പം സ്വാഭാവികമായിട്ടും അഴിച്ചുപണി ഉണ്ടെങ്കിലേ ഇത് മുന്നോട്ട് പോകാൻ കഴിയും. UDF അത് കൃത്യമായിട്ട് ചെയ്യും.